ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. സ്ഥലപ്പേര് കൊണ്ട് പ്രസിദ്ധമായ അങ്കമാലി സ്റ്റൈൽ മാങ്ങ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണിത്. നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് നീളത്തിലരിഞ്ഞിട്ടുള്ള നല്ല പുളിയുള്ള മാങ്ങ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി അരിഞ്ഞത് എടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി 1.5 ടീസ്പൂൺ, ഇഞ്ചി 1.5 ടീസ്പൂൺ, പച്ചമുളക് 2 സ്ലൈസ്, ഇതെല്ലാം കൂടി നമ്മൾക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ പൊടികളൊക്കെ അളന്നെടുക്കുന്നത് ടീസ്പൂണിൻ്റെ കണക്കിലാണ്. നിങ്ങൾ ടേബിൾ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യേണ്ട എങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി ഉപയോഗിച്ചാലും മതി. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളം കൈയിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മളുടെ കൈ ഉപയോഗിച്ച് ഈ പൊടികളും സവാളയും മാങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. നന്നായി തന്നെ തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പോൾ തിരുമ്മുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി തന്നെ എല്ലാവരും തിരുമ്മി യോജിപ്പിക്കുക. നിങ്ങളിപ്പോൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളി ഇല്ലയെന്നാണെങ്കിൽ 2 ടീസ്പൂൺ വിനീഗറും കൂടെ നമ്മൾക്ക് ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനീഗറിൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കുക. കൂട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ വെക്കാനായിട്ട് സമയമില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങയ്ക്ക് അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് 2-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റോളം നമ്മൾക്കിതൊന്ന് വേവിക്കാം. നമ്മളുടെ മാങ്ങ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേണം നമ്മൾക്ക് വേവിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തും കൊടുക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ട്. നമ്മൾക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. മാങ്ങയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞും പോയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ കറിക്ക് കുറച്ചും കൂടെ തിക്ക് വേണം എന്നാണെങ്കിൽ കുറച്ച് മാങ്ങ നമ്മൾക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഉടച്ചു കൊടുത്താൽ നമ്മളുടെ കറിക്ക് കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. സമയത്ത് നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്നൊരു തിള വന്നതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇപ്പം നമ്മളുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇത് അടച്ച് വെക്കാം. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് കടുക് താളിച്ചിടാം. കടുക് താളിക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണം സവാള വളരെ കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയുടെ നിറം ചെറുതായിട്ട് മാറി വരുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 തണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതെല്ലാം കൂടെ നമ്മൾക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കറിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമ്മളുടെ ഉച്ചയൂണ് ഉഷാറാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.